ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ പലയിടത്തും സുഖത്തിനായി നാം അലയുന്നു. ഇതിനെല്ലാം കാരണം നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളുടെ സമാഹാരത്തിന് രാഗാദികൾ എന്ന് പറയുന്നു. രാഗം, ദ്വേഷം. എവിടെ വസ്തുക്കളോട് പ്രിയം തോന്നുന്നുവോ അവിടെ ദ്വേഷവും ഉണ്ടാവും. എവിടെ സ്നേഹമുണ്ടോ അതിൻ്റെ മറുവശത്ത് ആ വസ്തുവിൻ്റെ നിഴലായി വെറുപ്പും ഉണ്ടാകും. രാഗ, ദ്വേഷ, അതുപോലെ ഇഷ്ട, അനിഷ്ട, വിജയ, പരാജയ, ഇങ്ങനെ ഈ ലോകം മുഴുവൻ ദ്വന്ദ്ങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. ഒന്നുണ്ടെങ്കിൽ രാവുണ്ടെങ്കിൽ പകലുമുണ്ട്, സുഖമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ സുഖവും ഉണ്ടാകും. ഇപ്രകാരം ഈ ദ്വന്ദ്ങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ മനസ്സിനെ നമ്മളൊന്ന് ശാന്തമാക്കണം. ഓടിക്കും രാഗാദി നിന്നെ മനമേ, ചാടിക്കും സംസാര ദുഃഖകോപത്തിൽ. ഈ രാഗാദികളാണ് നമ്മെ ലോകം മുഴുവൻ ഓടിക്കുന്നത്. അവസാനം ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ നമ്മെ വീഴ്ത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഓടിക്കും രാഗാദി നിന്നെ മനമേ, ചാടിക്കും സംസാര ദുഃഖകോപത്തിൽ. കൂടാതെ രാഗാദിയോടൂ മനമേ, കൂടിക്കൊള്ളുക ആനന്ദത്തോടു നീ മനമേ. ആനന്ദമായിരിക്കുന്ന സർവേശ്വരനോട് നമ്മൾ കൂടുകയാണെങ്കിൽ നമുക്ക് സുരക്ഷയായി. എന്നാൽ ഈ രാഗാദികളുടെ രാഗം, ദ്വേഷം, മതം, മത്സര്യം, അഹങ്കാരം, ഡംബ് ഇവയുടെ പിന്നാലെയാണ് നാം പായുന്നതെങ്കിൽ നാം ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ വീണു പോവുക സ്വാഭാവികമാണ്. അതിനാൽ ഓടിക്കും രാഗാദി നിന്നെ മനമേ, ചാടിക്കും സംസാര ദുഃഖകോപത്തിൽ. കൂടാതെ രാഗാദിയോടൂ മനമേ, കൂടിക്കൊള്ളുക ആനന്ദത്തോടു നീ മനമേ. നമ്മുടെ മനസ്സാണ് നമ്മുടെ എല്ലാ സുഖത്തിനും ദുഃഖത്തിനും കാരണമായിരിക്കുന്നത്. നമ്മുടെ പടുകുഴിയിൽ നമ്മെ കൊണ്ടുപോയി വീഴ്ത്തുന്നതും നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിന് നാം ഒരു കടിഞ്ഞാൺ ഇടുക അനിവാര്യമാണ്. നമ്മുടെ ശരീരമാകുന്ന രഥവും ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളും, ആ കുതിരകൾ 5 ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ഈ ശരീരമാകുന്ന രഥത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അത് 5 ഇന്ദ്രിയങ്ങൾ ഏതാ? ജ്ഞാനേന്ദ്രിയങ്ങൾ 5. ശബ്ദമുണ്ടാക്കുന്ന ചെവിയും, ശബ്ദമാകുന്ന വിഷയം ഉള്ള ഇന്ദ്രിയമാകുന്ന ചെവിയും, സ്പർശത്തെ തരുന്ന ത്വക്കും, രൂപത്തെ തരുന്ന കണ്ണും, രസത്തെ തരുന്ന നാവും, ഗന്ധത്തെ തരുന്ന മൂക്കും. ഇങ്ങനെ ചെവി, ത്വക്ക്, കണ്ണ്, മൂക്ക്, നാക്ക് എന്നിങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയാണ് ഇവിടെ 5 കുതിരകളായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ 5 കുതിരകളുടെയും കടിഞ്ഞാൺ, 5 കുതിരകളെയും 5 വഴിക്ക് നയിക്കുന്നതും മനസ്സിൻ്റെ പ്രേരണ കൊണ്ടാണ്. അതുകൊണ്ട് ആ മനസ്സിനെ ഒരു കടിഞ്ഞാണായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ 5 ഇന്ദ്രിയങ്ങളെയും നയിക്കുന്ന കടിഞ്ഞാൺ, മനസ്സാകുന്ന കടിഞ്ഞാണിനെ ബുദ്ധിയാകുന്ന ഈശ്വരനെ നാം ഏൽപ്പിക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത്. മനസ്സാകുന്ന ആ കടിഞ്ഞാണിനെ, ബുദ്ധിയാകുന്ന ആ സാരഥിയെ ഏൽപ്പിച്ചാൽ നമ്മുടെ ശരീരമാകുന്ന രഥത്തെ നേർവഴിയിൽ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. സർവദുഃഖങ്ങളുടെയും നിവൃത്തി, പരമായ സുരക്ഷാബോധം ഇതെല്ലാം തരുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. താൻ ആരാണ് എന്നും തൻ്റെ സ്വരൂപം എന്താണ് എന്നും തിരിച്ചറിഞ്ഞ് അത് ആനന്ദിച്ച് ആസ്വദിക്കുക, അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വിരുദ്ധമായ ദിശയിലേക്കാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മെ നയിക്കുന്നത്. അവിടെ നാം സുഖത്തിന് പകരം ദുഃഖത്തിലാണ് ചെന്ന്
പര്യവസാനിക്കുന്നത്. അതിനാൽ അതിൽ നിന്നെല്ലാം ആ മനസ്സിനെ കടിഞ്ഞാൺ വലിച്ച് നേർവഴിയിലേക്ക് തിരിച്ചുവിടാൻ ബുദ്ധിയാകുന്ന സാരഥി അനിവാര്യമാണ്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിന് നാം ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ പരമമായ സുഖത്തിൻ്റെ ഉടമയായി തീരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓടിക്കും രാഗാതി നിന്നെ മനമേ, ചാടിക്കും സംസാര ദുഃഖകോപത്തിൽ, കൂടാതെ രാഗാദിയോടു മനമേ, കൂടിക്കൊള്ളുക ആനന്ദത്തോടു നീ മനമേ.